ദേവ, ഇവളൊന്നും കഴിച്ചിട്ടില്ല. ഈ മുറിവുകൾ കണ്ടിട്ട് പോലും നിങ്ങൾക്ക് ദയ തോന്നുന്നില്ലേ? മത്സരത്തിന് പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടും ഒരു വിലയുമില്ലാത്ത കപ്പും കൊണ്ടുവന്നിരിക്കുന്നു. അതിവൾക്ക് ആഹാരം കൊടുക്കുവോ? ഞാൻ മത്സരത്തിന് ജയിച്ചു അമ്മാവ. എനിക്കിനി എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാ അതായിരിക്കും എന്റെ വരുമാനം. ഓഹോ, നീ ജോലിക്ക് പോയി സമ്പാദിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? അമ്മായിയുടെ വീട്ടിൽ എനിക്ക് ഒരു സ്ഥാനവും ഇല്ലാത്തപ്പോ ജീവിതത്തിൽ എനിക്കായൊരു ലക്ഷ്യം വേണ്ടേ ദേവേട്ടാ? അപ്പൊ പോയേ പറ്റുള്ളൂ നീ ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? പിന്നെ പോ. ഞാൻ ഈ വീട്ടിലെ മരുമകളായി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചതേ ഇല്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ ഇവിടുന്ന് പോകാൻ പറയുന്നു. നാളെ ഇനി എന്താ സംഭവിക്കുകയെന്ന് ആർക്കറിയാം ദേവേട്ടാ? നീ ഇവിടുന്ന് പോണെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഇവിടെ നീ ഒരു നിമിഷം പോലും നിൽക്കേണ്ട ആവശ്യമില്ല. നിന്റെ സ്വന്തം വീട്ടിലേക്ക് തന്നെ പോ. ദേവാ, കൈയെടുക്ക. ഇവളെ നീ തൊട്ടാലുണ്ടല്ലോ, അതിന്റെ മറുപടി ഗൗതം തരും നിനക്ക്. ഇവള് ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ, അപ്പൊ എനിക്കത് അറിയണ്ട. ആര് വേണമെങ്കിലും വരട്ടെ. ദേവാ, നീ വീടിനകത്തേക്ക് പോ. അവൻ വരട്ടെ അച്ഛാ. നാടകം കളിച്ചത് അവന്റെ അനിയത്തിയല്ലേ. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാത്തപ്പോ നമ്മൾ ആരെയാ ഭയക്കണ്ടേ? ഗൗതം, നിനക്കെന്റെ വീടിന്റെ സമീപത്ത് പോലും വരാനുള്ള അർഹതയില്ല. ഈ വീട്ടിൽ മരുമകളായിട്ട് വന്നിരിക്കുന്നത് എന്റെ അനിയത്തിയാണ്. അവള് പട്ടിണി കിടക്കുന്നു എന്നത് കേൾക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അതല്ലാതെ നിങ്ങളുടെ വീട്ടിൽ കയറി താമസിക്കാനല്ല ഞാൻ വന്നത്. ഇത്രയും പേര് പറഞ്ഞത് അനുസരിക്കാതെ നിന്റെ അനിയത്തി ബോക്സിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരിക്കുക. അതുകൊണ്ട് വീടിന് പുറത്തിറക്കി വിടുവോ? അന്നം ദൈവത്തിന് തുല്യമാണെന്ന് പറയാറുണ്ട്. ഇവിടെ എല്ലാവർക്കും വെച്ചു വിളമ്പി തരുന്ന എൻ്റെ സഹോദരിയെ അന്നപൂർണ്ണ ദേവിയായിട്ട് കാണുന്നതിന് പകരം അവള് കഴിക്കേണ്ട ആഹാരം പോലും നിങ്ങൾ നിഷേധിച്ചില്ലേ? ഇത്രയും ബുദ്ധിയില്ലാത്ത ആൾക്കാർക്ക് ആഹാരത്തിന്റെ വില എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി ഇവളുടെ വിശപ്പ് മാറ്റാൻ ഞാൻ തന്നെ ഇവിടെ എത്തിയത്. ഇരിക്കേ. മോളെ മോളെ ഇതാ മോളെ.
ജീവൻ നഷ്ടപ്പെട്ടാലും എനിക്കൊരു കുഴപ്പമില്ല. മോളെ, നിന്നങ്ങനെ കളയില്ല മോളെ. നീ എന്റെ ജീവനാ. കൊള്ളാമല്ലോ, ചേട്ടനും അനിയത്തിയും നന്നായി അഭിനയിക്കുന്നുണ്ട്. എന്റെ മകൻ നിന്റെ അനിയത്തിയുടെ കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ട് നീ അവനെ അപമാനിച്ചു വിട്ടു. ഇപ്പൊ നീ അവളുടെ അടുത്ത് വന്ന് അവളെ മത്സരത്തിനു വേണ്ടി സഹായിക്കുകയും ചെയ്തു. അനിയത്തിയെ ജയിപ്പിച്ചിട്ട് നമ്മുടെ മുഖത്ത് കരിവാരി തേച്ചിരിക്കുക. നിങ്ങളെപ്പോലെ ഇത്രയും ഹീനമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് എനിക്ക് ഇവളോടുള്ള സ്നേഹം ചിലപ്പോൾ അഭിനയമായിട്ട് തോന്നും. ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്ന് എനിക്ക് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, എനിക്ക് എന്റെ സഹോദരിമാര് തന്നെയാണെല്ലാം. എന്റെ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും. എന്റെ ജീവൻ വേണമെങ്കിലും കൊടുക്കും. എന്റെ സഹോദരി കഷ്ടപ്പെട്ട് വിജയിച്ചതായി ഈ മത്സരം. അങ്ങനെയുള്ള അവൾ കഴിക്കാതിരിക്കാൻ പാടില്ല. നിന്റെ സഹോദരി നിനക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കൂടെ? എന്തിനായി സെന്റിമെന്റ്സ് ഒക്കെ ഇവിടെ കാണിക്കുന്നത്? അങ്ങനെ ചെയ്താലെന്താ, നിങ്ങളെല്ലാവരും വെറുതെ ഇരിക്കൂ? അതിലൊരു പ്രശ്നം കണ്ടെത്തി വരില്ലേ? നാളെ രാവിലെ വരെ ഞാൻ നിനക്ക് സമയം തരുന്നു ദേവരാജ. അതിനു മുമ്പ് നീ നിന്റെ മനസ്സ് മാറ്റിയാ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ബന്ധക്കാരോ സ്വന്തക്കാരോ എന്നൊന്നും ഞാൻ നോക്കില്ല. എന്റെ ദേഷ്യത്തിന് മുന്നിൽ നിങ്ങൾക്ക് പിടി. മോളെ, നീ എന്തിനാ മോളെ ഇത് ചെയ്തത്? എന്റെ മോളെ, നീ ഇത് ചെയ്തല്ലോ. ഞാനിതെങ്ങനെ സഹിക്കും? മോനെ, എന്റെ മോള് കിടക്കണ നീ കണ്ടോ? ഭാരതിയുടെ മകളെ ശവമായി കാണാമെന്ന് കരുതിയിട്ട് അത് നടന്നില്ല. ഓട്ടോ ശങ്കർ തലയിൽ അടിച്ചിട്ടും പിന്നെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചിട്ടും ഇവൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഇവളുടെ ആയുസ് കൂടുതലാ. കണ്ടില്ലേ മോനെ, എനിക്കിനി ആരുണ്ട്? എന്നെ എൻകറേജ് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. മത്സരം എപ്പോ ആണെന്ന് നീ എന്നോട് പറ. ആരെതിരെ വന്നാലും ആ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ ഞാൻ നിന്നെ കൊണ്ടുപോകും. എന്റെ മോളെ, എന്റെ മോൾ എന്നെ വിട്ട് പോയി മോനെ. കബഡിയിൽ ചേർന്നാൽ ജോലി കിട്ടുമെന്ന് എന്റെ മോൾ ഒരുപാട് ആഗ്രഹിച്ചു പോയി മോനെ. എന്റെ മരുമകൻ അതിനെ സമ്മതിച്ചില്ല. അതാണ് അവൾ ഇങ്ങനെ ചെയ്തത്. എന്റെ മോൾ എന്നെ വിട്ടു പോയി. ഇനി അവൾ ഒരിക്കലും തിരിച്ചു വരില്ല. മത്സരത്തിൽ പങ്കെടുക്കേണ്ട എന്റെ മോള് കിടക്കണ കിടപ്പ് കണ്ടോ മോനെ? കഷ്ടമായി പോയല്ലോ. മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് പാവം സ്വന്തം ജീവൻ ബലി കൊടുത്തല്ലോ. നിങ്ങളെങ്കിലും മരുമകന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണ്ടായിരുന്നോ? ഇനി അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്കൊരു ജോലിയും വേണ്ട, ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു.
നമ്മുടെയൊക്കെ ജീവിതം ഇത്രേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ടും അവളത് കേട്ടില്ല. ഞാൻ എന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നും എന്റെ സ്വന്തം കാലിൽ നിൽക്കുമെന്നും അവള് പറഞ്ഞു. എന്ത് കാര്യമായാലും മരുമകൻ അതിന് സമ്മതിക്കില്ല. അവൻ ഇവിടെ സംശയായിരുന്നു. അത് സഹിക്കാൻ വയ്യാതെ എന്റെ മോളെ കടുങ്കൈ ചെയ്തത്. ഈ കുട്ടിയുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? സദാസമയവും കള്ളു കുടിച്ച് എന്റെ മോളെ ഉപദ്രവിക്കായിരുന്നു അവന്. ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനില് കംപ്ലൈന്റ് തരാൻ വേണ്ടി വന്നിരുന്നു. കംപ്ലൈന്റ് നിങ്ങൾ വാങ്ങാത്തത് കൊണ്ടാ എന്റെ മോളെ അന്യായം ചെയ്തത്. തല്ലിന്ന് പറഞ്ഞിട്ട് പോലും അവര് കാര്യമാക്കിയില്ല എന്റെ മോളെ. എന്തുപറ്റി? എന്റെ മോൾ എന്നെ വിട്ടു പോയി സാറേ. കണ്ടില്ലേ സാറേ, അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ സാറേ എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു വിധി ഉണ്ടായത്? കംപ്ലൈന്റ് ഏറ്റെടുത്ത് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ കുറച്ച് ദിവസത്തേക്ക് ജയിലിൽ അടച്ചിട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടക്കില്ലായിരുന്നു. കംപ്ലൈന്റ് വാങ്ങിയില്ലെന്ന് ആരാ പറഞ്ഞേ? നിന്റെ ഭർത്താവ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാ ഈ പെൺകുട്ടി മത്സരത്തിൽ ജയിച്ചതുപോലെ വിചാരിച്ച് വീട്ടിലേക്ക് പോയത്. മത്സരത്തിൽ ജയിച്ച് പത്രത്തിൽ പേര് വരേണ്ട പെൺകുട്ടിയാ ഇങ്ങനെ മരിച്ചു കിടക്കുന്നത്. നിർത്തിക്കോ ദേവരാജ. കംപ്ലൈന്റ് വാങ്ങിച്ചിട്ട് അവനെ ലോക്കപ്പിൽ അടയ്ക്കാൻ ഞാനും നിങ്ങളോട് പറഞ്ഞതാണ്. ഇവള് സഹായവുമായി മുന്നിലെത്തിയത് കബഡി മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാ. ഇവളുടെ ഭർത്താവിനെ ജയിലിലിട്ട് ഇവൾക്ക് വേണ്ട സുരക്ഷിതത്വം കൊടുക്കേണ്ടത് നിങ്ങളായിരുന്നു. പക്ഷെ നിങ്ങളോ നിഷ്കളങ്കരായ പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കാൻ ശ്രമിക്കുന്നവനും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെയും ഒരുപാട് കംപ്ലൈന്റുകളുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ മേലെ ആരോപിച്ച കേസുകളെല്ലാം തെളിയിക്കപ്പെട്ടുണ്ടോ? നമിത കേസിന്റെ അവസാനം എന്താ സംഭവിച്ചത്? നീ ചതിച്ചു എന്നുള്ള രീതിയിലല്ലേ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്? ദേ നോക്ക് ശിവാനി, അവളെ സമാധാനിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോ അവൾ ആത്മഹത്യ ചെയ്തു. അതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ? ആ കേസുകളൊക്കെ എങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ വല്യച്ചാ. ഇനി കംപ്ലൈന്റ് തന്നിട്ടുണ്ടല്ലോ. പോലീസ് സ്റ്റേഷനിൽ ഓൾറെഡി ഒരു തവണ വന്നു പോയിട്ടും നിങ്ങൾ കേസൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ഭർത്താവിന്റെ ഓരോ ദ്രോഹത്തിന് അവസാനമില്ലാന്ന് പറഞ്ഞ് അവളുടെ ജീവൻ അവൾ തന്നെ അവസാനിപ്പിച്ചു. അവള് മരിച്ചുപോയില്ലേ, ഇനി എന്തിനാ നാട്ടുകൂട്ടം? പോയവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. വിവരം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ സംസാരിക്കില്ലായിരുന്നു. മരിച്ചുപോയ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അവരുടെ വിഷമം പറയാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഈ മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടുപിടിക്കുകയും വീണ്ടും ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കാൻ പാടില്ലെന്ന് വിചാരിച്ച അവരിവിടെ വന്നിരിക്കുന്നത്. എന്റെ പൊന്നു മോളെ, അതുപോട്ടെ, എന്ത് പറഞ്ഞാ കേസ് കൊടുക്കാൻ പോകുന്നു? ഒരുമിച്ച് ജീവിക്കേണ്ട ഭാര്യയും ഭർത്താവും ആദ്യം വഴക്കിട്ട് അവര് തന്നെ വീണ്ടും 2 ദിവസം കൊണ്ട് ഒരുമിച്ച് ഞങ്ങൾ വഴക്കിട്ടാലെന്താ പ്രശ്നം ഉണ്ടാക്കിയ നിങ്ങൾക്ക് എന്താന്ന് പറയുന്ന ഇവർക്കെതിരെയാണോ ഞാൻ കേസെടുക്കേണ്ടത്? ഏത് കേസാ നിങ്ങൾ ഫയൽ ചെയ്തിട്ടുള്ളത്? ഇവരനുഭവിക്കുന്ന ഈ വേദന നാട്ടുകൂട്ടത്തിൽ വന്ന് പറയാൻ പറ്റാതെ, പോലീസ് സ്റ്റേഷനിലും കംപ്ലൈന്റ് ചെയ്യാൻ പറ്റാതെ എത്ര പേര് മാനസികമായി വിഷമിക്കുന്നുണ്ടെന്ന് അറിയോ? ശിവാനി, ദേഷ്യപ്പെടാതിരിക്കെ. ചില സമയത്ത് നീതി ന്യായം ഒന്നും കിട്ടില്ല. ഒരു പെണ്ണിന്റെ ജീവൻ കളഞ്ഞ് നമ്മുടെ കൺമുമ്പിൽ ജീവച്ഛവമായി കടന്നാലും എല്ലാവരും വെറുതെ നോക്കി നിൽക്കുകയുള്ളൂ. അതേ പെൺകുട്ടി കണ്ണീരോടുകൂടി എന്നെ രക്ഷിക്കൂന്ന് പറഞ്ഞ് കരഞ്ഞാലും ആരും അത് കാര്യമാക്കില്ല. അതാണ് ലക്ഷ്മി, ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാ ഉള്ളത്? എന്റെ ചേച്ചി ഗായത്രിയെ എല്ലാരും കൂടെ ഇങ്ങനെയാ കൊന്നത്.
ഈ നാട്ടിലെ പ്രമാണിയായ എന്റെ വല്യച്ഛൻ പോലീസ് ഓഫീസറായ ദേവരാജ് ഏട്ടൻ ഉണ്ടായിരുന്നിട്ടും എന്റെ ചേച്ചിക്ക് അന്യായം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നാട്ടുകൂട്ടത്തിൽ ഇലക്ഷൻ നടക്കുന്നതിന് മുൻപ് തന്നെ ശിവാനി എന്റെ തെറ്റുകളെല്ലാം വെളിപ്പെടുത്തുമെന്ന് തോന്നുന്നല്ലോ. എങ്ങനെയെങ്കിലും ഇവളുടെ വായടക്കണം. നോക്ക് ശിവാനി, വളരെയധികം വിഷമമുള്ളതുകൊണ്ടാ ഇവൾ ആത്മഹത്യ ചെയ്തത്. ഇതിനെന്ത് നീതിയാ കൊടുക്കേണ്ടത് പറ? നാട്ടുകൂട്ടത്തിൽ വന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ അവളുടെ ജീവൻ കളഞ്ഞത്. നിങ്ങളെ നീതി വാങ്ങിക്കൊടുക്കുമെന്നുള്ള ഒരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇവള് ഈ ഒരു അവസ്ഥയില് ഇവിടെ ഒരിക്കലും അത് ലഭിക്കുന്നതേ ഇല്ല. അത് നാട്ടിലെ പ്രശ്നമാണ്. നമുക്കത് തെരഞ്ഞെടുപ്പിൽ നേരിടാം. ആദ്യം ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണ്. ഭർത്താവ് തല്ലുന്നുണ്ടെന്ന് അങ്ങനെ കണ്ടവരോടൊന്നും പറയാൻ പാടില്ല. അതേ നാവുകൊണ്ട് മത്സരത്തിന്റെ കാര്യം കബഡിയുടെ കാര്യമൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ വായടച്ച് മിണ്ടാതിരുന്ന ഇങ്ങനെ ചത്ത് കിടക്കുമായിരുന്നോ? ദേവരാജ, നീ എന്താണോ പറഞ്ഞത്? പോലീസ് ഓഫീസറായി എന്റെ ദേഹത്ത് കൈവച്ചതും പോരാഞ്ഞിട്ട് നീ കാക്കി ഷട്ടിലാ കൈവച്ചിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോവാ. എന്തിനാ അറസ്റ്റ് ചെയ്യുന്നേ? ഇവിടെ മീഡിയ എല്ലാരും ഉണ്ട്. വെറുതെ വഴക്കിടണ്ട ഏട്ടാ. ഞാൻ പറയുന്നത് കേക്ക്, ഇവിടെ നമുക്ക് പോകാം. വാ ഏട്ടാ. വേണ്ടാത്ത കാര്യത്തില് തലയിടേണ്ട ആവശ്യമുണ്ടോ? നീ പേടിക്കണ്ട ലക്ഷ്മി. ഒരു പാവം പെണ്ട ജീവനാ പോയിരിക്കുന്നത്. അതിന് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ടവര് തന്നെ. ഉത്തരവാദിത്വമില്ലാതെ സംസാരിച്ചുകൊണ്ടിരുന്ന പ്രതികരിക്കാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ദേവരാജ, നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്കതിൽ വിഷമം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ മകളെ നഷ്ടപ്പെട്ട ഈ അച്ഛന്റെ അമ്മയുടെയും കണ്ണീരിന് നീ പറയേണ്ട സമാധാനം ഇതല്ലായിരുന്നു. വേറെ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ഓൾറെഡി മരിച്ചു കഴിഞ്ഞല്ലോ. കേസ് ഫയൽ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനാണോ പറയുന്നത്? ഇത് ഗൗതമേട്ടനാണോ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടത്? ഒരു പോലീസ് ഓഫീസറായി നിങ്ങൾക്ക് അറിഞ്ഞു ചെയ്യാൻ അറിയില്ലേ? അല്ല, ഇന്ന് വരെ നിങ്ങൾ ഒരു കേസെങ്കിലും പൂർത്തിയാക്കിയിട്ടുണ്ടോ? എന്തിനാ മോളെ നീ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നല്ലോ. അത് ഞാൻ നിനക്ക് ഉറപ്പ് തന്നിരുന്നതല്ലേ. നിനക്ക് കബഡി മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിന്നെ അവിടേക്ക് കൊണ്ടുപോകുമായിരുന്നല്ലോ. അതും ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ. പക്ഷെ ആരും നിന്റെ സഹായത്തിനില്ലാന്ന് വിചാരിച്ച് നിന്റെ ജീവൻ നീ എന്നേക്കുമായി എടുത്തു കളഞ്ഞല്ലോ മോളെ. കബഡി കബഡിന്ന് നീ പറയുമ്പോ വിജയം നിനക്ക് തന്നെയായിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നതാ. ഇത് നീ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ ഇവിടെ നിൽക്കുന്ന ചിലർക്കൊക്കെ നിന്നെക്കുറിച്ച് അനാവശ്യം പറയാനുള്ള അവസരമാണ് നീ ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് മോളെ. നിന്റെ അച്ഛനും അമ്മയും പോലും നീ മനസ്സിൽ വിചാരിച്ചില്ലല്ലോ മോളെ. നിന്നെ ഏത് പെൺകുട്ടി ചേട്ടാ എന്ന് വിളിച്ചാലും അവൾക്ക് നീതി കിട്ടുമെന്ന് കരുതുന്നുണ്ടോ ഗൗതം? അതുകൊണ്ട് ഈ അനിയത്തിയുടെ കാര്യം നീ മറന്നുപോയോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഈ നിൽക്കുന്ന നിങ്ങളുടെ മകൻ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനൊരു വാണിംഗ് കൊടുത്തിരുന്നെങ്കിൽ ഇവൾക്കൊരിക്കലും ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരില്ലായിരുന്നു. ശരി, ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ഗൗതം? ഈ പെണ്ണിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവന്ന് നാട്ടുകൂട്ടം കൂടി അയാൾക്ക് ശിക്ഷ കൊടുക്കാൻ പറയുവാണോ? അവനും അപമാനം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ
പിന്നെ ആരെ അറസ്റ്റ് ചെയ്യുമായിരുന്നു? ഇവിടത്തെ നാട്ടുകൂട്ടത്തില് ഒരിക്കലും നീതി കിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ പോയാലും യാതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ളപ്പോ ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് നീതി കിട്ടുമെന്നുള്ള വിശ്വാസം ഈ നാട്ടിൽ ഒരിടത്തും ഇല്ല. നിങ്ങളെപ്പോലെയുള്ളവരെ അധികാര കസേരയിൽ കയറി ഇരുന്നിട്ട് ഒന്നും ചെയ്യാതിരിക്കാനാണെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. ഈ പെൺകുട്ടിക്ക് നീതി കിട്ടാനായിട്ട് ഞാൻ സംസാരിക്കുമ്പോ ഈ കേസ് എങ്ങനെ ഒതുക്കാമെന്ന് ചിന്തിക്കുക ഈ ദേവരാജൻ. അതുകൊണ്ട് ഞാൻ വേണ്ട ഏട്ടാ, ഒരു കാര്യമില്ലാതെ ഇവര് വഴക്കൂടാൻ ശ്രമിക്കുന്നതാ.